ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരാഴ്ച ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അനുമോളും ജിസേലും തമ്മിലുള്ള വിഷയത്തിൽ ലാലേട്ടൻ എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത് എന്നറിയാനായിരിക്കും അല്ലേ. കാരണം കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് തന്നെ ഇരുവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അനുമോളും ജിസേലും നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു നടപടി എന്താണ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുമുള്ള ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ആ ഒരു ആക്ഷൻ എന്താണ് എന്നത് അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോയാണ് ആദ്യം തന്നെ ഇപ്പോൾ റിലീസായിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇവരോട് ചോദിക്കുകയാണ്, എന്താണ് അനുമോളുടെ ശരിക്കുള്ള പ്രശ്നം, എന്താണ് ജിസേലിൻ്റെ പ്രശ്നം. ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ അനുമോൾ പറയുകയാണ്, ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നവരുടെ. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന എല്ലാം അനുസരിക്കുന്ന ആളാണോ? ജിസേൽ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് ഇട്ടൊരു പ്രശ്നമുണ്ടാക്കും അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ വീണ്ടും തുടരുകയാണ്, അനുമോൾ ആരെങ്കിലും വന്ന് നിങ്ങളുടെ ചുണ്ടിൽ തൊട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ ജിസേലിനോട് ചോദിക്കണം, ജിസേൽ അവരെ പുഷ് ചെയ്തിട്ട് അവരെവിടെയെങ്കിലും പോയി വീണിരുന്നെങ്കിൽ. അപ്പോൾ അനുമോൾ പറയുകയാണ്, എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ലാലേട്ടൻ തുടരുകയാണ്, അതെ അതൊരു ഗെയിം അല്ലേ, രണ്ടു പേർക്കും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ ലാലേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും അനുമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് അനുമോൾ പറയുകയാണ്, എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടി എന്നോണം ലാലേട്ടൻ പറഞ്ഞത്, അതെ അതൊരു ഗെയിം അല്ലേ, അതൊരു ഗെയിം തന്നെയാണ്. കാരണം അത് മറ്റുള്ളവരുടെ ഒരു ഗെയിമാണ്, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 7 ആയിട്ടും ഈ വിഡ്ഢികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മരമണ്ടന്മാർക്ക് ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടസ്റ്റൻറ്റിന്, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് ആ ഒരു വ്യക്തിക്ക് പുറത്ത് അത്രയധികം ഹ്യൂജ് സപ്പോർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ അത്രയധികം ഫേവറിസം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെയാണ് അവരവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ഗ്രൂപ്പിസം കളിക്കുന്ന ടീമുകളുണ്ടല്ലോ, അതായത് രണ്ട് മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് മാറിയിരിക്കുന്നത്. അതിൽ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമുണ്ട്. ആ ഗ്രൂപ്പ് മനസ്സിലാക്കുന്നില്ല, ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പ്രേക്ഷകർ ഏറ്റെടുക്കും. കാരണം അത് പ്രേക്ഷകരുടെ പൾസ് അങ്ങനെയാണ്. മുൻപുള്ള ഒരുപാട് സീസണുകളിലെ ഒരുപാട് കണ്ടസ്റ്റൻസ് അത്തരത്തിൽ ചെയ്തിട്ട് അത് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ ഇവരെല്ലാം അങ്ങോട്ട് കയറിപ്പോയിരിക്കുന്നത്. വീണ്ടും ആ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് അവർ തന്നെ ഒരു PR വർക്ക് ചെയ്യുകയാണ് എന്നുള്ളത് തന്നെയാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് അവർക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അവർക്കൊന്നും മനസ്സിലാകുമെന്നുള്ളത്. കാരണം അവർക്ക് മനസ്സിലായതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അനുമോൾ എന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് ഇത്രയധികം സപ്പോർട്ടോ അല്ലെങ്കിൽ ഇത്രയധികം PR വർക്ക് അവർ തന്നെ ചെയ്യില്ലല്ലോ. കാരണം അതങ്ങനെയാണ്. ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഗെയിം ഷോയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഏത് വ്യക്തിയാണോ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആ ഒരു വ്യക്തി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും പ്രേക്ഷകർ അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം അയ്യോ ആ ഒരു വ്യക്തി അവിടെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും ആ ഒരു ഗ്രൂപ്പിസം പൊളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുതിയ ഗെയിമുകളായിരിക്കും ഇനി അടുത്ത ആഴ്ച മുതൽ അതായത് ഇനി അടുത്ത ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരുപാട് വൈൽഡ് കാർഡുകൾ കയറുന്നു എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വൈൽഡ് കാർഡുകൾ കയറിയാലും അത്രയധികം മാറ്റിമറിക്കപ്പെടുന്ന ഗെയിമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജിസേലിനും അനുമോൾക്കും നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുമോളോട് പറയുന്നത് കുറച്ച് കർക്കശമായി പോകുന്നുണ്ട്, കുറച്ച് കൂടുതലായി പോകുന്നുണ്ട്. പക്ഷേ ജിസേലിന് അത്രയ്ക്ക് അങ്ങോട്ട് മാരകമായ രീതിയിലൊന്നും ലാലേട്ടൻ യാതൊരു വിധത്തിലുള്ള വാർണിങ്ങോ അല്ലെങ്കിൽ വഴക്കോ ഒന്നും തന്നെ പറയുന്നില്ല. എന്തായാലും ഒരു പക്ഷേ അനുമോൾക്ക് മനസ്സിലാകുമായിരിക്കാം, താൻ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ ഇത്തരത്തിൽ പറയുന്നത് എന്നുള്ളത്. അത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അനുമോളുടെ ഗെയിം ആ ഒരു ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് അനുമോൾക്ക് തന്നെ ഗുണകരമായിരിക്കും. ഒരുപക്ഷെ ടോപ്പ് 5 ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ വരെ, ലേഡി ടൈറ്റിൽ വിന്നർ വരെ ആവാൻ കേപ്പബിലിറ്റിയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനുമോൾ. കാരണം അവർ ജെന്യൂനായാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഫേക്കായി നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരവിടെ ജെന്യൂനായി നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.